ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വയറിളക്കം അഥവാ ലൂസ് മോഷൻ ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ വരാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിച്ചിരുന്നാലോ, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടോ വയറിളക്കം ജീവിതത്തിൽ പലതവണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും വയറിളക്കം വരുമ്പോഴും 2 ദിവസം ശ്രദ്ധിച്ചാൽ അങ്ങ് മാറും, സാരമില്ല, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ കലക്കി കുടിക്കൂ, മാറിക്കോളും എന്നൊക്കെ ഒരുപക്ഷെ പലരും വീട്ടുകാർ എന്നെ പറയാറുണ്ട്, ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ ചിലർക്ക് ലൂസ് മോഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഈ ലൂസ് മോഷൻ വരുന്നത്? ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ, വയറിളക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം, കഴിക്കാവുന്ന സാധനങ്ങൾ എന്തെല്ലാം, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തെല്ലാം വിശദീകരിക്കാം. വയറിളക്കം എന്ന് പറയുന്ന അവസ്ഥ സാധാരണ മലവിസർജനം വളരെ ലൂസായിട്ട് 2 അല്ലെങ്കിൽ 3 തവണയിൽ കൂടുതൽ ഒരു ദിവസം പോവുകയാണെങ്കിൽ നമുക്കത് വയറിളക്കമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും വയറിന് പിടിക്കാത്ത എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു, വയറിനൊരു ഇറിറ്റേഷൻ ഉണ്ടായി, ഒരു തവണ വയറിളകി അങ്ങ് പോയി, അത് കഴിഞ്ഞ് വയറൊരു കുറച്ച് മണിക്കൂറുകൾക്കകത്ത് നോർമലായി. ഇത് നോർമലി നിങ്ങൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം കൊണ്ട് വയറിനൊരു ഇൻഫെക്ഷൻ വന്നിരുന്നാലും ഓട്ടോമാറ്റിക്കലി അത് മാറുന്ന ഒരവസ്ഥയാണ്. സാധാരണ ഇത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാറില്ല. എന്നാൽ നമുക്ക് വരുന്ന വയറിനെ ബാധിക്കുന്ന ചില ഇനം ഇൻഫെക്ഷൻസ് ഉണ്ട്. ഒന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, രണ്ടാമത്തത് വൈറസ് ഇൻഫെക്ഷൻ, മൂന്നാമത്തത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജികൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വയറിന് അലർജി ആയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ലൂസ് മോഷൻ വന്നു എന്ന് വരാം. അതല്ലെങ്കിൽ ചില ഇനം മരുന്നുകൾ കഴിച്ചിരുന്നാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില ഇനം ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ അത് കഴിഞ്ഞ് വയറിളക്കം വരുമെന്നല്ല. ഇങ്ങനെ മരുന്നുകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് വയറിളക്കം വന്നു എന്ന് വരാം. ദിവസത്തിലെ 2-3 തവണയൊക്കെ വയറിളകുന്നത് വലിയ രോഗാവസ്ഥയാണെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു ദിവസം 20 തവണയിൽ കൂടുതലൊക്കെ വയറിളക്കം വന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ശരീരത്തിന്റെ ജലാംശം വല്ലാണ്ട് കുറഞ്ഞു പോകാനും മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. വയറിളക്ക രോഗം ഓരോരുത്തരിലും ഓരോ തരത്തിലാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ചിലർക്ക് വയറിന് ഒരു ബുദ്ധിമുട്ട് വരുന്നു, ടോയ്ലറ്റിലേക്ക് പോകുന്നു, വയറിൽ നിന്നും പോകുന്നു, തിരിച്ചു വരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ മറ്റു ചിലർക്ക് വയറിന് ശക്തമായ വേദന, മനം പുരട്ടല്, അതോടൊപ്പം വയറിളക്കം, കൂടാതെ വയറിനകത്ത് പർജിങ്, ഒരു വല്ലാത്ത ഒരു വിമ്മിഷ്ടം വയറിനകത്ത് എപ്പോഴും അനുഭവപ്പെടുക, ശരീരം വേദന, വിറയല്, പനി, വല്ലാത്ത കുളിര്, ഇങ്ങനെ പലവിധ ലക്ഷണങ്ങളോട് കൂടിയും വയറിളക്കം കണ്ടുവന്ന് വരാം. അത് നിങ്ങളെ ബാധിക്കുന്ന അസുഖത്തോട് അനുസരിച്ചാണ് സംഭവിക്കുന്നത്. വയറിളക്കമുള്ളപ്പോൾ നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും കഴിക്കാൻ പാടില്ലാത്ത എന്തെല്ലാമാണെന്നും വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വയറിളക്കം ഉണ്ടാക്കുന്ന രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു വൈറസ് രോഗം വരികയാണ്, ഇപ്പോൾ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കടുത്ത പനി വരികയാണെങ്കിൽ പനി മാറി വരുന്നതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് വയറിളക്കം കണ്ടുവന്ന് വരാം. ഇപ്പോഴത്തെ സീസണിലെ പനിക്കും അതോടൊപ്പം ഛർദില്, വയറുവേദന, വയറിളക്കം പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. വയറിളക്കമുള്ളപ്പോൾ കഴിക്കേണ്ടത് എന്തെല്ലാമാണെന്ന് പറഞ്ഞുതരാം. ഓരോ തവണ നിങ്ങളെ വയറ്റിൽ നിന്നും പോകുമ്പോഴും ടോയ്ലറ്റിലേക്ക് പോയിട്ട് വരുമ്പോഴും ഏറ്റവും കുറഞ്ഞത് 100 ml എങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെറും വെള്ളം കുടിച്ചാൽ മതിയോ? പോരാ. നിങ്ങൾ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ന്യൂട്രിയൻസ് ആഡ് ചെയ്യണം. എപ്പോഴും നല്ലത് നിങ്ങൾ ഒരല്പം നാരങ്ങ പിഴിയുകയോ, അല്ലെങ്കിൽ ഒരല്പം ഓറഞ്ച് പിഴിയുകയോ, അല്ലെങ്കിൽ ഒരല്പം മാതളം കൂടി പിഴിഞ്ഞിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. ഇത് പിഴിഞ്ഞിട്ട് ഇതിൽ തന്നെ നിങ്ങളൊരു 1 ടീസ്പൂൺ ഗ്ലൂക്കോസ് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പിന്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് ഈ ഫ്ലൂയിഡായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ വെറും വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വയറിളക്ക പ്രശ്നം ഉണ്ടെങ്കിൽ ശരീരം ജലാംശം അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ വെള്ളത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, നിങ്ങൾ മധുരം ചേർക്കുന്ന സമയത്ത് ശരീരത്തിന് ഇത് വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നമ്മുടെ നാവിന്റെ അടിയിൽ മുതൽ തന്നെ ശരീരം ഈ ന്യൂട്രീഷ്യൻസും വെള്ളവും വലിച്ചെടുത്ത് തുടങ്ങും. മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ ഈ വയറിളക്കം തുടർച്ചയായിട്ട് വന്നാൽ ലവണങ്ങൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോഡിയം എല്ലാം കുറഞ്ഞു പോകും, തലകറക്കം, വല്ലാത്ത ക്ഷീണം എല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർക്കണം എന്ന് പറയുന്നപ്പോൾ 1 ടീസ്പൂൺ ഗ്ലൂക്കോസും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരല്പം നാരങ്ങ പിഴിയാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ അതിനകത്ത് മാതളമോ ഓറഞ്ചോ പിഴിയാൻ കാരണം, ഇതിനകത്ത് അത്യാവശ്യത്തിന് ലവണങ്ങളും പൊട്ടാസ്യവും കുറച്ച് സോഡിയവും കുറച്ച് ആന്റി ഓക്സിഡൻസും കൂടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് പലരും നമ്മുടെ കടകളിൽ കിട്ടുന്ന പാക്കറ്റ് ജ്യൂസുകൾ ഇല്ലെങ്കിൽ കോളകൾ എല്ലാം വാങ്ങി കുടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. നിങ്ങൾക്ക് കുടലിന് രോഗമുണ്ടെങ്കിൽ, വയറിളക്ക രോഗമുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പാക്കറ്റിൽ കിട്ടുന്ന ഇത്തരം ജ്യൂസുകൾ കഴിക്കരുത്. കാരണം പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകൾക്കകത്ത് കളർ ഉണ്ടാവാം, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവാം, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന മധുരത്തിന് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ള ഒരു രാസവസ്തു ഉണ്ടാവാം. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പോ ഇല്ലെങ്കിൽ ആഡഡ് ആയിട്ടുള്ള കളേഴ്സോ എല്ലാം തന്നെ നമ്മുടെ വയറിന്, പ്രത്യേകിച്ച് കുടലിന് വലിയ തോതിലുള്ള നീർക്കെട്ടുണ്ടാക്കാനും വയറിളക്കം കൂടാനും കാരണമാകും. ഇത്തരത്തിലുള്ള ഡ്രിങ്കുകൾ കഴിക്കുന്നതിന് പകരം വീട്ടിലുണ്ടാക്കുന്ന ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഇല്ല.
കൂടാതെ വയറിളക്ക രോഗമുണ്ടെങ്കിൽ വയറൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞിയും പയറുമാണ്. പയറ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം കഞ്ഞിയോടൊപ്പം ചേർത്തിട്ട് അതിലൊരല്പം തേങ്ങാപ്പാലും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കഴിച്ചാൽ പെർഫെക്റ്റ് ആയി. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വയറിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും വളരെ പെട്ടെന്ന് ശരീരത്തിൽ പ്രത്യേകിച്ച് കുടലിൽ വരുന്ന നീർക്കെട്ട് മാറ്റാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ പോലെ അത്യാവശ്യം ആവിയിലൊക്കെ വേവിച്ച എണ്ണ ചേർക്കാത്ത മസാല ചേർക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം. നിങ്ങൾക്ക് വയറിന് പ്രത്യേകിച്ച് വയറിളക്കം ഉണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കാമോ, മീനോ മുട്ട ഇറച്ചിയൊക്കെ കഴിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ട്. മീന് കറി വെച്ച് അധികം മസാല അധികം മുളക് ചേർക്കാതെ നിങ്ങൾക്ക് മീന് എരിവില്ലാതെ നിങ്ങൾക്ക് ലൈറ്റായിട്ട് കഴിക്കാം. വറുത്ത സാധനങ്ങൾ, മസാല, പൊരിച്ച മീന് അല്ലെങ്കിൽ പൊരിച്ച ഇറച്ചി എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വയറിളക്കം ഉണ്ടെങ്കിൽ റെഡ് മീറ്റ് അതായത് ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് പോലുള്ളവ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നിങ്ങൾക്ക് അധികം മസാലയോ എരിവോ ഇല്ലാതെ ചിക്കൻ നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം. മുട്ട അത്യാവശ്യം കറി വെച്ച് കഴിക്കാം, വലിയ പ്രോബ്ലം ഇല്ല. നിങ്ങൾക്കിത് കൂടാതെ നിങ്ങൾക്ക് അത്യാവശ്യം വേവിച്ച നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാം, ക്യാരറ്റ് ഇവയെല്ലാം വേവിച്ച് ഉടച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ്. സൂപ്പ് കഴിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് വയറിളക്കം പെട്ടെന്ന് നിൽക്കുന്നതിന് 1-2 ഫലപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ഏത്തക്കാപ്പൊടിയില്ല, കൊച്ചുകുട്ടികൾക്ക് കാച്ചി കൊടുക്കുന്ന ഏത്തക്കാപ്പൊടി, ഈ ഏത്തക്കാപ്പൊടി നിങ്ങൾക്ക് ഒരു ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ കാച്ചി നിങ്ങൾക്ക് കഴിക്കുന്നത് നല്ലതാണ്. വയറും കുടലും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് നല്ലതാണ്. അതല്ലെങ്കിൽ കൂവപ്പൊടിയിലെ ആരോ റൂട്ടിന്റെ പൗഡർ, അത് നമ്മുടെ സാധാരണ മാർജിൻ ഫ്രീ ഷോപ്പുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ വാങ്ങാൻ കിട്ടും. ആരോ റൂട്ടിന്റെ പൗഡർ നിങ്ങൾ ഇത്തിരി ഉപ്പിട്ടിട്ട് കാച്ചി കഴിക്കുന്നത് വളരെ പെട്ടെന്ന് വയറിളക്കം മാറുന്നതിനും കുടലിനകത്ത് നിന്നും നിർജ്ജലീകരണം സംഭവിക്കുന്നതിനെ ചെറുക്കുന്നതിനും സഹായിക്കും. മാത്രമല്ല വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഇത് പിടിച്ചു നിർത്താൻ വേണ്ടി പലരും പറയുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ വയറിളക്കം അപ്പം നിൽക്കും എന്ന് പലപ്പോഴും പറയാറുണ്ട്. കട്ടൻ ചായയിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ വളരെ ലൈറ്റ് ആയിട്ടുള്ള കട്ടൻ മാത്രമേ എടുക്കാവുള്ളൂ. കാരണം വളരെ ഉയർന്ന അളവിൽ തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കുന്നത് കഫീൻ അമിതമായിട്ട് ശരീരത്തിലേക്ക് എത്താനും ഇത് നിങ്ങളുടെ കുടലിന്റെ പ്രോബ്ലം കൂടാനും വയറുവേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് അല്പം മാത്രം തേയിലപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞ് കഴിക്കാൻ കുഴപ്പമില്ല. കഫീൻ കണ്ടന്റ് വളരെ കൂടുതലുള്ള കോളകൾ അല്ലെങ്കിൽ മറ്റു ഡ്രിങ്കുകൾ കൂടാതെ നിങ്ങൾ ചായ, കാപ്പി എന്നിവ ഉയർന്ന കോൺസെൻട്രേഷനിൽ കലക്കി കഴിക്കുക. ഇതൊന്നും വയറിളക്കമുള്ളപ്പോൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. മാത്രമല്ല കഴിയുന്നത്ര നിങ്ങൾ നോൺ വെജ് ഐറ്റംസ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്, ഇപ്പം നിങ്ങൾ പച്ചക്കറി ആണെങ്കിലോ ഇല്ലെങ്കിൽ മീനോ ഇറച്ചിയോ എല്ലാം തന്നെ തീയിൽ നേരിട്ട് ചുട്ടെടുത്ത് കഴിക്കുന്നത് വയറിളക്ക രോഗത്തിന് അത്ര സജസ്റ്റബിൾ അല്ല. അത് വയറിന് ഇറിറ്റേഷനും വയറിളക്കവും കൂട്ടാനേ കാരണമാകത്തുള്ളൂ. അതേപോലെ വയറിളക്ക രോഗമുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ചില പച്ചക്കറികൾ കൂടെയുണ്ട്. ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ പോലെ വയറിനകത്ത് പ്രത്യേകിച്ച് കുടലിനകത്ത് ഉയർന്ന അളവിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ പച്ചക്കറികൾ കഴിയുന്നത്ര വയറിളക്കം മാറുന്നത് വരെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കൂടാൻ കാരണമാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വയറിളക്ക രോഗമുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും കഴിക്കാവുന്നതും കഴിക്കാൻ പാടില്ലാത്തതും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് വയറിളക്കം. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.